ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ അഥവാ മക്കളുടെ ഓണ പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആണ് കേട്ടോ. ഇംഗ്ലീഷുമായി ബന്ധപ്പെടുത്തിട്ട് മുന്നേ ഒരു പാർട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ക്ലാസ്സുകൾ എല്ലാ മക്കളും കണ്ടിട്ടുണ്ടായിരിക്കല്ലോ. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആപ്പിൽ ആ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ആപ്പിൽ കയറിയിട്ട് ക്ലാസ്സുകൾ കാണാനായിട്ട് എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ അല്ല മക്കളെ, എങ്കിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ബാക്കി ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് മിസ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂട്ടുകാർക്ക് ഫിൽ ചെയ്യാനായിട്ട് ഇതേപോലെയുള്ള ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും. അവിടെ നെയിം ഓഫ് സ്റ്റുഡന്റ് എന്നുള്ളത് കൂട്ടുകാർ നിങ്ങളുടെ പേര് തെറ്റാതെ എഴുതണം. നെയിം ഓഫ് സ്കൂൾ എന്നുള്ളത് മക്കളുടെ സ്കൂളിന്റെ പേര് എഴുതുക. അതുപോലെ തന്നെ ഡിവിഷൻ എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ക്ലാസ് ഡിവിഷനും എഴുതണം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമ്മുടെ ചോദ്യത്തിലോട്ട് പോവാ അല്ലെ. നോക്കിക്കേ മക്കളെ, ഫൈൻഡ് ദി ഡിഫറൻസസ് എന്നതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. എന്താണ് ഫൈൻഡ് ദി ഡിഫറൻസസ്? അതായത് മക്കളെ, അവിടെ നമുക്ക് 2 ചിത്രങ്ങൾ തന്നത് കണ്ടോ? ആ ചിത്രങ്ങളിൽ ഓരോന്നിലുമുള്ള ഡിഫറൻസസ്, വ്യത്യാസങ്ങൾ കണ്ടെത്തിയിട്ട് താഴെ തന്നിട്ടുള്ളതാ ഈ ഒരു ടേബിള് ഫിൽ ചെയ്ത് എഴുതാനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ മക്കളെ, ചോദ്യം ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി ഡിഫറൻസസ്, റൈറ്റ് ദം ഇൻ ദി ബ്ലാങ്ക്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ല മക്കളെ? ആ പിക്ചർ നന്നായിട്ട് നോക്കിക്കേ. ഒരു ടേബിളിന്റെ പിക്ചർ ആണ് തന്നിട്ടുള്ളത് അല്ലെ. ടേബിളിന്റെ മുകളിൽ എന്തൊക്കെയാണുള്ളത് മക്കളെ? കുറെ ഫ്രൂട്ട്സ് ഒക്കെ ഇരിപ്പുണ്ട് അല്ലെ. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട് അല്ലെ. ക്യാരറ്റ് ഉണ്ട്, ഷുഗർ കെയിൻ അല്ലെ, കരിമ്പുണ്ട്, അതുപോലെ തന്നെ ബനാന ഉണ്ട്, പിന്നെയോ കോക്കനട്ട് ഉണ്ട്, ആപ്പിൾ ഉണ്ട് അല്ലെ, തുടങ്ങിയിട്ടുള്ള അതുപോലെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ടേബിളിൽ തന്നിട്ടുള്ളത്. ഓക്കെ മക്കളെ, എന്നിട്ട് നമുക്ക് താഴെ എന്ത് തന്നിട്ടുണ്ട്? ഒരു ടേബിൾ തന്നിട്ടുണ്ടല്ല. ആ പിക്ചറുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ് ടേബിളിലുള്ളത്. ഓക്കെ മക്കളെ, അപ്പൊ ഇത് 1ാമത്തെ പിക്ചറുമായി റിലേറ്റ് ചെയ്തിട്ട് ഇത് 2ാമത്തെ പിക്ചറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നമുക്കൊന്ന് വായിക്കാം. എന്താണ് മക്കളെ വന്നിട്ടുള്ളത്? അടുത്ത സെക്ഷനിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് മിസ്സിന് മറ്റൊരു ഓണം സ്പെഷ്യൽ ഓഫർ കൂടി പറയാനായിട്ടുണ്ട് കേട്ടോ. മിസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഓണം ഓഫറിൽ നമ്മൾ 610 രൂപയ്ക്കാണ് കൂട്ടുകാർക്ക് ഇനി ഈ ഒരു വർഷത്തേക്കുള്ള കോഴ്സുകൾ നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ആപ്പിൽ അഡ്മിഷൻ എടുക്കുന്ന ആദ്യത്തെ 100 പേർക്ക് നമ്മൾ നിങ്ങളുടെ കോഴ്സിനോടൊപ്പം തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കൂടി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോവാണ് മക്കളെ. അതിന് മക്കൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ മക്കളുടെ പേരും നിങ്ങളുടെ ക്ലാസ്സും നിങ്ങളുടെ സ്കൂളിന്റെ പേരും നിങ്ങളുടെ പ്ലേസും കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് അയക്കുക കേട്ടോ. ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 100 പേർക്കാണ് മക്കളെ നിങ്ങളുടെ കോഴ്സിനോടൊപ്പം ഫ്രീ ആയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ കൂടി അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. There are 3 coconuts on the table. നോക്കിക്കേ മക്കളെ, 1 2 3. ഈ ടേബിളിൽ എത്ര coconuts ഉണ്ട്? There are 3 coconuts on the table. തൊട്ടടുത്ത പിക്ചറിൽ എത്രയാണ് മക്കളെ ഉള്ളത്? 1 2 ആണ് അല്ലേ. നോക്കിക്കേ, there are only 2 coconuts on the table. ഇപ്പം കൂട്ടുകാർക്ക് മനസ്സിലായോ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്? മനസ്സിലായോ? 2 ചിത്രവും നോക്കുക, 2 തമ്മിലുള്ള ഡിഫറൻസ് എന്താ എന്നുള്ളത് തന്നിട്ടുള്ള ടേബിളിൽ എഴുതുക. ഓക്കെ അല്ല മക്കളെ? ഇനി അടുത്തത് നോക്കിക്കേ മക്കളെ, എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ദ ആപ്പിൾസ് ആർ സ്മോൾ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ആപ്പിൾസ് എങ്ങനെയാണുള്ളത്? സ്മോൾ സൈസിലാണ് അല്ലെ. പക്ഷെ 2ാമത്തെ പിക്ചറിലോട്ട് വരുന്ന സമയത്ത് എന്താണ് മക്കളെ? അവിടെ നിങ്ങൾ ഡിഫറൻസ് എന്താന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ആൻസർ ചെയ്യാം. ഇനി നോക്കിക്കേ മക്കളെ, നമുക്ക് ഈ കോളത്തിൽ ഒന്നും തന്നിട്ടില്ല. ഇവിടെ തന്നിട്ടുണ്ട് എന്താണ്? ദ ജ്യൂസ് ഈസ് നിയർ ദി കോക്കനട്ട്. 2ാമത്തെ പിക്ചറിൽ ജ്യൂസ് എവിടെയാണ് ഇരിക്കുന്നത്? നിയർ ദി കോക്കനട്ട്. കോക്കനറ്റിന്റെ അടുത്താണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് ഫസ്റ്റ് പിക്ചറിലോട്ട് വന്നേ മക്കളെ. ഇവിടെ നമ്മുടെ ജ്യൂസ് എവിടെയാണ് ഇരിക്കുന്നത്? കോക്കനറ്റിന്റെ അടുത്താണോ? അല്ല. പിന്നെ ആരുടെ അടുത്താണ്? മനസ്സിലായോ മക്കളെ? ആരുടെ അടുത്താണ്? യെസ്, ക്യാരറ്റിന്റെ അടുത്താണ് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ മക്കളെ. there are carrots on the table. ഇവിടെ എന്തുണ്ട് മക്കളെ? ഈ ടേബിളിന്റെ മുകളിൽ എന്തുണ്ട്? ക്യാരറ്റ്സ് ഉണ്ട്. പക്ഷെ ഇവിടോട്ട് വരുന്ന സമയത്ത് അവിടെ എന്തില്ല? ക്യാരറ്റ്സ് ഇല്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് അവിടെ കണ്ടെത്തിയിട്ടുള്ള ഡിഫറൻസസ്. അത് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം പിക്ചർ എ, പിക്ചർ ബി എന്ന് പറഞ്ഞ 2 കോളംസ് മിസ് തന്നിട്ടുണ്ട്. പിക്ചർ എയിൽ എന്തൊക്കെയാ മക്കളെ? നമ്മൾ പറഞ്ഞു there are 3 coconuts on the table. The apples are small. The juice is near the carrots. The carrots there are carrots on the table. There are grapes on the ടേബിൾ. ഇതേ രീതിയിലാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് കേട്ടോ.
ഓക്കെ അല്ല മക്കളെ? ഗ്രേപ്സ് എന്നുള്ളത് ദാ ഇവിടെ എന്തുണ്ട്? ഗ്രേപ്സ് ഉണ്ട് അല്ലെ? ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ മക്കളെ. പിക്ചർ ബിയിൽ എന്താണ്? there are only 2 coconuts on the table. പിക്ചർ ബിയിൽ എന്ത് മാത്രമേ ഉള്ളൂ? 2 കോക്കനട്ട് മാത്രമേ നമുക്ക് അവിടെ തന്നിട്ടുള്ളൂ അല്ലെ? നെക്സ്റ്റ് എന്താണ്? the apples are big. ആപ്പിൾസ് എങ്ങനെയാണ് മക്കളെ? ബിഗ് സൈസിലാണുള്ളത്. അതുപോലെ നോക്കിക്കേ, the juice is near the coconut. ജ്യൂസ് എവിടെയാണുള്ളത്? യെസ്, കോക്കനറ്റിന്റെ അടുത്താണ് ജ്യൂസ് ഇരിപ്പുള്ളത്. ദെൻ അടുത്ത നോക്കിക്കേ മക്കളെ, there are bananas on the table. അവിടെ ടേബിളിന്റെ മുകളിൽ എന്തുണ്ട് മക്കളെ? യെസ്, ഇവിടെ എന്തുണ്ട്? ബനാന ഇരിപ്പുണ്ട് അല്ലെ? രണ്ടാമത്തെ പിക്ചറിലാണ് എന്തുള്ളത്? ബനാന ഇരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ മക്കളെ, there are no grapes on the table. ഈ ടേബിളിൽ ഗ്രേപ്പ് ഉണ്ടോ മക്കളെ? ഇതേ കണക്ക് ഇവിടെ ഗ്രേപ്പ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത്തരത്തിലാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്? ആ ഒരു ടേബിള് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ? ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പൊ ഇവിടെ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? 3 കോക്കനട്ട് ഉള്ള കാര്യം പറഞ്ഞു, ഗ്രേപ്സ് ഉണ്ടെന്ന് പറഞ്ഞു, സ്മോൾ ആപ്പിൾ ആണെന്ന് പറഞ്ഞു, ക്യാരറ്റ്സിന്റെ അടുത്താണ് എന്തുള്ളത്? ജ്യൂസ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ടേബിളിൽ എന്തുണ്ട്? ക്യാരറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അതിന്റെ അതേ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് മക്കൾ ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ഇവിടെ എത്രയാണ് കോക്കനട്ട് ഉള്ളത്? 2 എണ്ണാണുള്ളത്. അതുപോലെ ബനാന ഉണ്ട്, പിന്നെയോ ബിഗ് ആപ്പിൾസ് ആണുള്ളത്, ജ്യൂസ് കോക്കനറ്റിന്റെ അടുത്താണുള്ളത്, ക്യാരറ്റ്സ് ഇല്ല, അതുപോലെ ഗ്രേപ്സ് ഒന്നും സെക്കൻഡ് പിക്ചർ ഇല്ല. ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ? അപ്പൊ ഇതുപോലെ 2 പിക്ചേഴ്സ് തന്നിട്ട് മക്കളോട് ഡിഫറൻസ് എഴുതാനായിട്ട് പറയും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക മക്കളെ, ഇവിടെ കുറെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആൻസർ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതായത് മക്കളെ, ഈ ഒരു കോളത്തിലുള്ളതിന്റെ ഓപ്പോസിറ്റോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും വ്യത്യാസം എന്നുള്ള രീതിയിലായിരിക്കും എന്തുണ്ടായിരിക്കുക? സെക്കൻഡ് കോളത്തിൽ ഉണ്ടായിരിക്കുക. ഇവിടെ ഫസ്റ്റ് വൺ നോക്കിക്കേ, there are 3 coconuts on the table. എന്നിട്ട് ഈ കോളം എംപ്റ്റി ആക്കി തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് എഴുതാം? there are, ഈ 3 ഉള്ളത് മാറ്റിട്ട് എന്ത് എഴുതിയാൽ മതി? 2 കോക്കനട്ട് അന്നാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ഈ കോളത്തിൽ ഇത് കിട്ടും. ഇനി അടുത്തത് അതുപോലെ നോക്കിക്കുക മക്കളെ, the apples are small എന്നുള്ളത് മാറ്റിയിട്ട് എന്ത് ചെയ്താൽ മതി? ബിഗ് എന്ന് എഴുതുക. ബാക്കി സെന്റൻസ് അതേപോലെ എഴുതുക. അതിനും നമുക്ക് സ്കോർ കിട്ടും. ദെൻ നമ്മളോട് എന്താ പറയുന്നത്? ജ്യൂസ് ഈസ് നിയർ ദി കോക്കനട്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് പിക്ചറിൽ ജ്യൂസ് എവിടെയാണുള്ളത്? നിയർ ദി. ഈ കോക്കനറ്റ് മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്താ? ക്യാരറ്റ് എന്നുള്ളത് എഴുതുക. ഓക്കെ, അപ്പൊ അങ്ങനെ ചെറിയൊരു ചേഞ്ച് വരുത്തി നമുക്ക് എന്ത് കിട്ടും? ഈസി ആയിട്ട് ഡിഫറൻസ് തെറ്റാതെ തന്നെ, അതായത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഇല്ലാതെ തന്നെ നമുക്ക് എഴുതാനായിട്ട് പറ്റൂ കേട്ടോ. ഓക്കെ അല്ല മക്കളെ? ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. എല്ലാം നമുക്ക് ബ്ലാങ്ക് ആയിട്ട് ഫില്ല് ചെയ്യാനായിട്ട് പറയില്ല. ഇതേപോലെ കുറച്ച് സെക്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അതിന്റെ ഓപ്പോസിറ്റ് മക്കൾ എന്ത് ചെയ്യാം? നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്താൽ മതിയാകും. ഓക്കെ അല്ല മക്കളെ? എങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിക്കേ മക്കളെ, ആക്ടിവിറ്റി 4 കോംപ്രിഹെൻഷൻ എന്നതാണ്. ലുക്ക് അറ്റ് ദി പിക്ചർ, ടിക്ക് ദി കറക്റ്റ് ആൻസർ എന്നാണ് പറഞ്ഞത്. നോക്കിക്കേ മക്കളെ, നമുക്ക് അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. പിക്ചർ നന്നായിട്ട് ഒബ്സർവ് ചെയ്തതിനു ശേഷം താഴെ തന്നിട്ടുള്ളതിൽ കറക്റ്റ് ആൻസർ ഏതാണോ അതിന് ടിക്ക് ചെയ്യാൻ. അപ്പൊ നമുക്ക് പിക്ചർ നോക്കാം മക്കളെ. എന്താണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്? നല്ല മഴ പെയ്യാണ് അല്ലെ? മഴയത്ത് ആരൊക്കെ ഉണ്ട് മക്കളെ? നമ്മുടെ എലഫന്റ് ഉണ്ട്, മങ്കി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മൗസും ഇരിപ്പുണ്ട് അല്ലെ? ഓക്കെ മക്കളെ, നമ്മുടെ എലഫന്റിന്റെ കയ്യിൽ എന്താണുള്ളത്? ഒരു അംബർല ഉണ്ട് അല്ലെ? അതുപോലെ തന്നെ മങ്കി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ബനാന കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മൗസും അതുപോലെ തന്നെ ഒരു സ്മോൾ അംബർല വെച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അല്ലെ? പിന്നെ കുറെ ഫ്ലവേഴ്സ് ഉണ്ട്, അതുപോലെ ബട്ടർഫ്ലൈസ് ഉണ്ട്, നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്, മരമൊക്കെ ഉണ്ട് അല്ലെ? മരത്തിനടിയിലാണ് ഇവര് ഇരിക്കുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇത്രയാണ് നമുക്ക് ചിത്രത്തിൽ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് വായിക്കാം. നോക്കിക്കേ മക്കളെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ മങ്കി ഡൂയിങ്? വാട്ട് ഈസ് ദ മങ്കി ഡൂയിങ്? ഡൂയിങ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നമ്മുടെ മങ്കി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അതിൽ ഏതാന്നുള്ളത് മക്കൾ ടിക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് ഓപ്ഷൻ ഇതാണ്, ഈറ്റിംഗ് ആൻ ആപ്പിൾ. എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഈറ്റിംഗ് ആൻ ആപ്പിൾ. ഒരു ആപ്പിള് കഴിച്ചുകൊണ്ടിരിക്കുക. ശരിയാണോ മക്കളെ? ആപ്പിൾ ആണോ കഴിക്കുന്നത്? അല്ല. അതുകൊണ്ട് അത് റോങ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ മക്കൾ, എന്താണ്? പ്ലക്കിംഗ് എ ബനാന. എന്താണ് പ്ലക്കിംഗ് എ ബനാന? ഒരു ബനാന പറിക്കുകയാണ് അല്ലെ? ഓക്കെ, എന്താണ് പറഞ്ഞിട്ടുള്ളത്? പ്ലക്കിംഗ് എ ബനാന, ഒരു ബനാന പറിക്കുകയാണ്. അതാണോ മക്കള് ചെയ്യുന്നത്? മങ്കി ബനാന പറിക്കുകയാണോ? അല്ല അല്ലെ? പിന്നെ അടുത്ത് നോക്കിക്കേ, ഈറ്റിംഗ് എ ബനാന. എന്താ പറഞ്ഞിട്ടുള്ളത്? ഈറ്റിംഗ് എ ബനാന. നമ്മുടെ മങ്കി ബനാന കഴിച്ചുകൊണ്ടിരിക്കുകയാണോ? പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണോ? യെസ്. അപ്പൊ നമ്മൾ എവിടെ ടിക്ക് ചെയ്യണം? തേർഡ് സെന്റൻസിന്റെ നേരെയുള്ള ഈ ബോക്സിൽ വേണം ടിക്ക് ചെയ്യാനായിട്ട്.
ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ? അങ്ങനെയാണ് സെക്കൻഡ് വൺ നോക്കിക്കേ. ഹു ഹാസ് ദി ബിഗർ അംബർല? എന്താ മക്കളെ ക്വസ്റ്റ്യൻ? ഹു ഹാസ് ദി ബിഗർ അംബർല? ആർക്കാണ് വലിയ അംബർല ഉള്ളത്? ഇവിടെ അംബർല നമ്മുടെ എലഫന്റിനുണ്ട്, മൗസിനുണ്ട്, ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ റാറ്റിനുണ്ട്. ഇതിൽ ബിഗർ അംബർല ആർക്കാ മക്കളെ? യെസ്, നമ്മുടെ എലഫന്റിനാണ് അല്ലെ. അപ്പൊ ഓപ്ഷൻസ് നോക്കിക്കേ. മങ്കി, എലഫന്റ്, റാറ്റ്. അതിൽ ആരാ മക്കളെ? നമ്മുടെ എലഫന്റിനാണ് എന്തുള്ളത്? ബിഗർ അംബർല ഉള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ മക്കളെ? Then next one നോക്കിക്കേ. How many flowers are there in the picture? ആ ചിത്രത്തിൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചത്. ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത മക്കളെ. ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2, ഇവിടെ 3. അപ്പൊ എത്രയുണ്ട് മക്കളെ? 3 ഫ്ലവേഴ്സ്. എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? 3 ഫ്ലവേഴ്സ്. ഒന്നുകൂടി എണ്ണി നോക്കാട്ടോ. നമ്മൾ ഏതെങ്കിലും സ്കിപ്പ് ആയി പോയിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്നുകൂടി മക്കളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കണേ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. വിച്ച് ഈസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാ ചോദിച്ചത്. താഴെ തന്നിട്ടുള്ളത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാ എന്നാ ചോദിച്ചത്. നമുക്ക് 1 by 1 ആയിട്ട് വായിക്കാം. ഫസ്റ്റ് വൺ ഇതാണ് മക്കളെ. ദ എലഫന്റ് ഈസ് സിറ്റിംഗ് അണ്ടർ ദി ട്രീ. നമ്മുടെ എലഫന്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മരത്തിന് താഴെ ഇരിക്കുകയാണ്. എലഫന്റ് മരത്തിന് താഴെയാണോ മക്കളെ? അല്ല അല്ലെ. ഓക്കെ. Then next one നോക്കിക്കേ. The butterfly is near the monkey. ബട്ടർഫ്ലൈ എവിടെയാണ്? മങ്കിയുടെ അടുത്താണോ പറഞ്ഞത്? നമ്മുടെ ബട്ടർഫ്ലൈ മങ്കിയുടെ അടുത്താണോ? അല്ല. ആരുടെ അടുത്താ? എലഫന്റിന്റെ അടുത്താണ്. Then next നോക്കിക്കേ. The rat has an umbrella. നമ്മുടെ റാറ്റിന് എന്തുണ്ട്? ഒരു അംബർല ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ മക്കളെ? യെസ്, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലേ. അപ്പൊ നമ്മളോട് ചോദിച്ചത് എന്താണ്? വിച്ച് ഈസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഇവിടെ തന്നിട്ടുള്ളതിൽ അപ്പൊ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? The rat has an umbrella. The rat has an umbrella എന്നതാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ അല്ല മക്കളെ? Then next one നോക്കിക്കേ. Why is the monkey happy? മങ്കി എന്തുകൊണ്ടാണ് ഹാപ്പി ആയത് മക്കളെ? He plucked the flower. He got a banana. He has an umbrella. എന്തുകൊണ്ടാണ് മക്കളെ അവന് ഹാപ്പി ആയത്? Yes, he got a ബനാന. അവനൊരു പഴം കിട്ടിയില്ലേ, അതുകൊണ്ടായിരിക്കാം അവനൊരു പക്ഷേ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഒരു പിക്ചർ തന്നുകൊണ്ട് ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോവാം മക്കളെ. ഡിസ്ക്രിപ്ഷൻ എന്നതാണ്. ഫിൽ ഇൻ ദി ബ്ലാങ്ക് സ്യൂട്ടബിളി. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? അവിടെ നമുക്ക് താഴെ കുറെ ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ടല്ലോ ഓരോ ജീവികളെ കുറിച്ചും. പക്ഷേ അതില് മുഴുവൻ ഫിൽ അല്ല അല്ലെ. അതെന്ത് ചെയ്യണം? ആ ബ്ലാങ്ക്സ് എല്ലാം സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഇവിടെ ബോക്സിൽ നിന്ന് അവയുടെ പേരുകളുണ്ട്, അത് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാ? അത് ഫിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഒന്ന് വായിച്ച മക്കളെ. ആം ആൻ എലഫന്റ്. ആം ബിഗ്. ആന എന്താ പറയുന്നത്? ആം ആൻ എലഫന്റ് അല്ലെ. ഞാൻ എന്താണ്? ഒരു ആനയാണ്. ഐ ആം ബിഗ്. ഞാൻ എന്താണ്? വലുതാണ് എന്നാണ് പറയുന്നത് അല്ലെ. ഇങ്ങനെ നമ്മുടെ ബേർഡും നമ്മുടെ ക്യാറ്റും റാറ്റും മങ്കിയും ആൻഡ് ഒക്കെ എന്തൊക്കെയായിരിക്കും അവരെ കുറിച്ച് പറഞ്ഞത് എന്നാണ് നമുക്ക് അവിടെ ഫിൽ ചെയ്യേണ്ടത്. ഓക്കെ അല്ലെ മക്കളെ? ആദ്യം നമ്മുടെ ബേർഡിലോട്ട് പോവാല്ലേ. അവിടെ എന്തായിരിക്കും പറഞ്ഞത്? ഐ ആം എ യെസ്, എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക? ബേർഡ് എന്നതായിരിക്കും അല്ലെ. മിസ് ആദ്യം ഈ ബോക്സിൽ തന്നിട്ടുള്ള വേർഡ്സ് ഒന്ന് ജസ്റ്റ് വായിച്ചു തരാം കേട്ടോ. ആൻഡ്, കോക്കനട്ട്, ഫിഷ്, സ്മോൾ, ബേർഡ്, ഐ ആം, ക്യാരറ്റ്, ടെയിൽ, സ്മാൾ. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള വേർഡ്. അപ്പൊ നമ്മുടെ ഇയാൾ എന്തായിരിക്കും പറയാ? ഐ ആം എ. പറഞ്ഞേ മക്കളെ. ഐ ആം എ ബേർഡ് എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക അല്ലെ. എന്താണ്? ഐ ആം എ ബേർഡ്. ഐ ഫ്ലൈ ഹൈ. ഞാൻ എന്ത് ചെയ്യും? നല്ല ഉയരത്തില് പറക്കും. ഓക്കെ അല്ലെ മക്കളെ? അടുത്തത് എന്താ പറഞ്ഞിട്ടുള്ളത്? ക്യാറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഐ ലൈക്ക് ഫിഷ് എന്നും പറയുന്നുണ്ട്. അപ്പൊ എന്താണ് പറയേണ്ടത്? ഞാൻ ആരാണ്? ക്യാറ്റ് ആണ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഐ ആം എന്നത് യൂസ് ചെയ്യാം അല്ലെ. ഐ ആം എ ക്യാറ്റ് അല്ലെ. ഐ ആം ക്യാറ്റ് എന്നായാലും മതി. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? ക്ലിയർ ആയിട്ടുണ്ടോ? ഐ ആം ക്യാറ്റ്. ഐ ലൈക്ക് ഫിഷ്. ഓക്കെ, ഐ ആം എ എന്ന് ചേർത്താലും പ്രശ്നമില്ല കേട്ടോ. ഐ ആം എ ക്യാറ്റ്. ഐ ലൈക്ക് ഫിഷ്. ഞാൻ ആരാണ്? ഞാനൊരു പൂച്ചയാണ്. അതുപോലെ തന്നെ എനിക്ക് എന്ത് ഇഷ്ടമാണ്? ഫിഷ് ഇഷ്ടമാണ്. ഓക്കെ അല്ലേ മക്കളെ? നെക്സ്റ്റ് വൺ ആരാണ്? നമ്മുടെ മൗസ് ആണ് അല്ലെ. അവൻ എന്താ പറയുന്നത്? ആം എ മൗസ്. ഐ ഈറ്റ് അല്ലെ. ഐ ഈറ്റ്. എന്താണ് മക്കളെ അവൻ കഴിക്കുക? ഇവിടെ ഓപ്ഷൻസിൽ നോക്കിക്കേ. നമുക്ക് എന്തുണ്ട്? ക്യാരറ്റ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ഐ ഈറ്റ് ക്യാരറ്റ് എന്നുള്ളത് കൊടുക്കാം. ഓക്കെ ആണോ മക്കളെ? അടുത്ത് നമ്മുടെ മങ്കി എന്താ പറയുന്നത്? ഐ ഹാവ് എ ലോങ് എന്നാ പറയുന്നത്. മങ്കിക്ക് നീളമുള്ള എന്താണുള്ളത് മക്കളെ? നീളമുള്ള എന്തുണ്ട്? ടെയിൽ ഉണ്ട്. അപ്പൊ എന്ത് നമുക്ക് പറയാം? ഐ ഹാവ് എ ലോങ് ടെയിൽ എന്ന് പറയാം. ലാസ്റ്റ് വൺ ആരാ മക്കളെ? നമ്മുടെ ആൻഡ് ആണ്. ആൻഡ് എന്താ പറയുന്നത്? ഐ ആം ആൻ. എന്താ പറയാ? ഐ ആം ആൻ ആൻഡ്. ഐ ആം വെരി
യെസ്, ഐ ആം വെരി സ്മോൾ എന്നുള്ളത് മാർക്ക് പറയാം, ആന്റിന് പറയാം. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓരോ ആനിമൽസിനെ കുറിച്ച് മക്കള് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇത്തരത്തിലുള്ള ചോദ്യം വന്നാൽ നമുക്ക് തെറ്റാതെ എങ്കിൽ മാത്രമേ എഴുതാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ മക്കളെ? കൃത്യമായിട്ട് സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് മക്കൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുക. മുഴുവൻ മാർക്കും സ്കോർ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത ദിവസം മറ്റൊരു പുതിയ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത സെക്ഷനിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് മിസ്സിന് മറ്റൊരു ഓണം സ്പെഷ്യൽ ഓഫർ കൂടി പറയാനായിട്ടുണ്ട് കേട്ടോ. മിസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഓണം ഓഫറിൽ നമ്മൾ 610 രൂപയ്ക്കാണ് കൂട്ടുകാർക്ക് ഇനി ഈ ഒരു വർഷത്തേക്കുള്ള കോഴ്സുകൾ നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ആപ്പിൽ അഡ്മിഷൻ എടുക്കുന്ന ആദ്യത്തെ 100 പേർക്ക് നമ്മൾ നിങ്ങളുടെ കോഴ്സിനോടൊപ്പം തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കൂടി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോവാണ് മക്കളെ. അതിന് മക്കൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന കൂട്ടുകാർ പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ മക്കളുടെ പേരും നിങ്ങളുടെ ക്ലാസ്സും നിങ്ങളുടെ സ്കൂളിന്റെ പേരും നിങ്ങളുടെ പ്ലേസും കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് അയക്കുക കേട്ടോ. ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 100 പേർക്കാണ് മക്കളെ നിങ്ങളുടെ കോഴ്സിനോടൊപ്പം ഫ്രീ ആയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ കൂടി അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്.